എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി ഗവൺമെൻറ്റിന് നമ്മളെപ്പോലുള്ള ജനങ്ങളെയും പറ്റിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ടാക്സേഷൻ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ഈ കമ്പനികൾ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് നുറുക്ക് വിദ്യകൾ അവിടെ ചെയ്യുന്നുണ്ട്. ഒരു വിദ്യ എങ്ങനെയാണ്? ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനി, ഈ കമ്പനീനെ നമുക്ക് റെയിൻബോ എന്ന് പറയാം. ഈ ഒരു റെയിൻബോ കമ്പനി ഒരു സബ്സിഡറി കമ്പനി ഉണ്ടാക്കും. അതും എവിടെ? താരതമ്യേന ടാക്സ് കുറഞ്ഞ ഒരു രാജ്യത്ത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിംഗപ്പൂരിലുള്ള ഈ സബ്സിഡറി കമ്പനി ബോണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ ഗ്ലോബൽ ബാങ്കുകളിൽ നിന്ന് ക്യാഷ് ലോൺ ആയിട്ട് വാങ്ങും. എന്നിട്ട് ഇത് ഈ ഒരു പാരന്റൽ കമ്പനിക്ക് കടമായിട്ട് കൊടുക്കും. ഈ പാരന്റ് കമ്പനിക്ക്, ഈ റെയിൻബോ കമ്പനിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കും. അവിടെയാണ് ഒരു സംഭവം ഉള്ളത്. ഈ ഒരു സബ്സിഡറി കമ്പനിയിൽ നിന്ന് ലോണായിട്ടല്ലേ വാങ്ങിയത്, അല്ലെങ്കിൽ കടമായിട്ടാണല്ലോ വാങ്ങിയത്. അവരിത് ഇൻട്രസ്റ്റ് പേ ചെയ്യണം, തിരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അവിടെയാണ് കളി. ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചില്ലിക്കാശ് പിടിക്കാൻ പറ്റില്ല. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ അതിനൊരു ടാക്സ് വരുമാനം ഗവൺമെൻറ്റിന് സാധ്യമാവുള്ളൂ. അങ്ങനെ ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കാരണം പ്രോഫിറ്റ് കുറച്ച് കാണിച്ചാൽ മതി, ആ പ്രോഫിറ്റിൽ നിന്ന് മാത്രമുള്ള ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഒരു വലിയൊരു ടാക്സ് തുകയെന്ന് ഈ ഒരു കമ്പനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ ഈ ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്ന സബ്സിഡറി കമ്പനി ഉണ്ടല്ലോ, ഇവർക്ക് പ്രത്യേകിച്ച് സിംഗപ്പൂർ പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ ടാക്സും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം ടാക്സേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണ്? കറങ്ങിത്തിരിഞ്ഞ് അവർക്ക് തന്നെയാണ് ആ കാശ് കിട്ടുന്നത്.